ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മളിന്നൊരു വഴിക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇവൻ്റെ ഈ തുള്ളി ചാടിയുള്ള പോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ എങ്ങോട്ടാണ് പോകണേന്നുള്ളത്? യെസ് ഗൈസ്, നാളെ അവൻ്റെ ടൂറാണ്. അപ്പോൾ അതിനുള്ള ചെറിയൊരു പർച്ചേസിന് ഇറങ്ങിയതാണ്. നാളെ പോവും, യൂണിഫോം കൊണ്ടുപോകും, പിന്നെ ഒപ്പിട്ട് കൊടുക്കും, എല്ലാം ചെയ്യുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ വന്നത് ബേക്കറി ഷോപ്പിലാണ് കേട്ടോ ഗൈസ്. വന്ന പാടന്നെ അവന് വേണം കിൻഡർ ജോയ്. എന്നോട് വാശി കാണിച്ചൊരു കിൻഡർ ജോയ് ഒക്കെ വാങ്ങിപ്പിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അവന് വേണ്ടി ലേസും പിന്നെ ബിസ്ക്കറ്റും ചോക്ലേറ്റും മിഠായിസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. ഞാനങ്ങനെ മിഠായിയൊന്നും വാങ്ങിക്കൊടുക്കാറില്ല, ഏതായാലും ട്രിപ്പ് പോവല്ലേ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എമ്മിയിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരു ജ്യൂസും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. കാരണം അവന് സ്കൂൾ വിട്ട് വന്നിട്ട് നമ്മളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നേരെ ഇങ്ങോട്ട് വന്നതാണ്. കാരണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അപ്പം ഭക്ഷണം കഴിക്കാൻ നിന്നാൽ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങിയതാണ് കേട്ടോ. അതിലെന്തൊക്കെയല്ലേ പറയും? ഇവിടെ ഫുള്ള് ചിക്കൻ്റെ കോമ്പോസ് ആണ് കേട്ടോ ഗൈസ് വരുന്നത്. സ്ട്രിപ്സ് ഉണ്ട്, അതുപോലെ വിങ്സ് ഉണ്ട്, നഗറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വിങ്സ് കോംബോ ആയിരുന്നു. അങ്ങനെ അത് വന്നു, അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മൾ നേരെ വന്നത് ലുക്ക് പറഞ്ഞിട്ടുള്ള ബാർബർ ഷോപ്പിലോട്ടാണ് കേട്ടോ. കാരണം അവൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ അവിടെ ഇരുന്ന് ഓരോ കസരത്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഊയെത്തി, അങ്ങനെ അവൻ കയറിയിരുന്നു. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നോട് പോന്നപ്പോൾ തന്നെ പറഞ്ഞു, അമ്മ എൻ്റെ ഹെയർ മൊട്ട അടിക്കരുത് കേട്ടോ, മൊട്ട അടിക്കരുത്. ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന് ഒരു മൊട്ട അടിച്ചതായിരുന്നു. അതിന് ശേഷം അവന് ഭയങ്കര പേടിയാണ് മൊട്ട അടിക്കുമോ എന്നുള്ളത്. അങ്ങനെ ആൾ ഇരുന്ന് ഏകദേശമൊക്കെ ആയപ്പോഴത്തേക്കിന് ആൾക്ക് ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉറങ്ങി വീഴാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഉറങ്ങല്ലേ, ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് ഒന്നും വാങ്ങിച്ചു തരില്ല, അപ്പോൾ ഉറങ്ങാതെ ഹാപ്പി ആയിട്ട് ഇരിക്കുക, എനർജറ്റിക് ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒന്ന് തെളിഞ്ഞ് ജീവൻ വെച്ചൊക്കെ അവൻ ഇരിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഈ ഹെയറിൽ ഇങ്ങനെ സ്റ്റൈലിന് വേണ്ടിയിട്ട് 2 ലൈനൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ ഏതായാലും ഹെയർ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് പിന്നെ അവന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ അവിടെ തന്നെ അടുത്ത് തന്നെയുള്ള സ്പ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പൊക്കെയാണ് കേട്ടോ നമ്മൾ വന്നത്. ഇവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ഇമ്പോർട്ടഡ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അവന് വേണ്ടി നമ്മൾ ഒരു ടീഷർട്ടും ഒരു ഷോർട്സും ആണ് എടുത്തിട്ടുള്ളത്. അവന് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ എന്നോട് പറയണം, അമ്മ ഇതെനിക്ക് വേണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ മെല്ലെ അവന് വേണ്ടി ഒരു കൂട്ടം ഡ്രസ്സ് എടുത്തിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നല്ല ചേരുന്നുണ്ട്.